നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു രാജ്യം അവരുടെ ആയുധപ്പുര വീണ്ടും ശക്തമാക്കുന്നത് യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പാണ്. യുദ്ധം ഉണ്ടാവാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയും മുൻപാണ് ആയുധപ്പുരകൾ സജ്ജമാക്കുന്നത്. ഇതാ ഇസ്രായേൽ വീണ്ടും ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ വീണ്ടും തയ്യാറെന്ന്. ആയുധപ്പുരകൾ പഴയതിനേക്കാൾ കൂടുതൽ നിറച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ബൈഡൻ സർക്കാരിന്റെ കാലത്ത് തടഞ്ഞുവെച്ച 200 പൗണ്ട് മാരകശേഷിയുള്ള ബോംബുകൾ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിലെത്തി. പ്രത്യേക കപ്പലിലെത്തിയ 1800 ബോംബുകൾ കൂറ്റൻ റോഡ്, ട്രെയിൻ, ട്രക്കുകളിലേക്ക് കയറ്റുന്നതും ഇസ്രായേൽ സൈനിക താവളത്തിലേക്ക് മാറ്റുന്നതുമായ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇസ്രായേൽ പങ്കുവച്ചിരിക്കുകയാണ്. മാത്രമല്ല 75,000 ടൺ ബോംബുകൾ വേറെയും ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞു. ചാഗാസിയിലെയും ലബനോനിലെയും വെടിനിർത്തൽ ഇസ്രായേലിന് ആയുധപ്പുരകൾ നിറയ്ക്കാനുള്ള തന്ത്രമായിരുന്നുവോ എന്ന ചോദ്യവും ഉയരുകയാണ്. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം തന്നെ ഇപ്പോൾ ഇരിക്കുന്ന ലക്ഷക്കണക്കിന് ഭാരമുള്ള ബോംബുകളുടെ ശേഖരണത്തിനുള്ളിലാണ്. യുദ്ധം തുടങ്ങി 500-ാം ദിവസം പിന്നിടുമ്പോഴാണ് യുദ്ധം തുടങ്ങിയ കാലത്തേക്കാൾ 10 മടങ്ങ് ഇസ്രായേലിന്റെ ആയുധശേഷിയും യുദ്ധക്കരുത്തും കൂടുന്നത്. അവസാനത്തെ ബന്ദിയെയും ജീവനോടെ തിരികെ തന്നില്ല എങ്കിൽ ഗാസയ്ക്ക് മുന്നിൽ ഇസ്രായേൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബന്ദികളെ മുഴുവനും ജീവനോടെ തിരികെ തരണം. അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നരകവാതിൽ എപ്പോൾ തുറക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ആയുധപ്പുരകൾ നിറഞ്ഞതോടുകൂടി വർദ്ധിത വീര്യത്തിലാണ് ഇസ്രായേൽ സൈന്യം. 2000 പൗണ്ട് ബോംബുകൾ ഇസ്രായേൽ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ ഹർഷാരവം മുഴക്കിയാണ് ഇവരെ വരവേറ്റത്. രാജ്യം സംരക്ഷിക്കാൻ, ശത്രുക്കളെ തകർക്കുവാനും ഈ ബോംബുകൾ ഉപയോഗിക്കണം എന്നും ജനങ്ങൾ വിളിച്ചു പറയുന്നു.